ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 2354. ഇന്ന് ജൂൺ മാസം 11-ാം തീയതി 162-ാമത്തെ ദിവസത്തിലെത്തി. ധൂർത്തപുത്രനെ വീണ്ടും ഓർക്കുന്നത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ അയാളുടെ നല്ലൊരു അംശം കിടപ്പുണ്ടെന്നുള്ളതുകൊണ്ട്. ഇങ്ങനെ ചാരത്തിനടിയിൽ കനല് മൂടി കിടക്കുന്നത് പോലെ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അതിങ്ങനെ പതിയെ ജ്വലിച്ച് ഉയർത്തെണീറ്റ് വരും. അയാളുടെ ജീവിത വഴി അയാൾ തന്നെ സ്വയം തെരഞ്ഞെടുത്തതായിരുന്നു. ആരും അയാളെ അതിന് നിർബന്ധിച്ചിട്ടില്ല. ആരും അങ്ങോട്ട് അയാളെ തള്ളിവിട്ടതുമല്ല. എന്റെയും ജീവിതത്തിൽ എന്തുമാത്രം തിരഞ്ഞെടുപ്പുകൾ, ആരോടും ആലോചിക്കാതെ, ദൈവത്തോടും ചോദിക്കാതെ, അവനവനോടും ഒന്നും കൂടി ഒന്ന് ആലോചിക്കാതെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്വയം തിരഞ്ഞെടുക്കുന്ന കർമ്മങ്ങളിലൂടെയാണ് ഓരോരുത്തരും തങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. യേശു പറഞ്ഞ മനോഹരമായ കഥയാണ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുള്ള ധൂർത്ത പുത്രന്റെ കഥ. മുന്നോട്ടൊഴുകാൻ തയ്യാറാകാത്ത ചില മനുഷ്യരുണ്ട്. പാതി വഴിയിൽ അവരുടെ ജീവിതം അവസാനിക്കും കേട്ടോ. പക്ഷെ മുന്നോട്ടാണ് പോകുന്നതെന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നാം. പക്ഷെ അത് ശരിയായ വഴി തന്നെയായിരുന്നു. ധൂർത്തപുത്രന്റെ വഴികളെ ഒന്ന് ധ്യാനിച്ചിട്ട് സ്വയം ചോദിക്കാവുന്നതാണ്. ശരി തിരഞ്ഞെടുക്കുന്നവർ തീർച്ചയായിട്ടും ശരികളിലെത്തും. ശരി തിരഞ്ഞെടുക്കുന്നവരെ ഒടുവിൽ ശരികളിൽ എത്തിച്ചേരുന്നു. തെറ്റാണെന്നറിഞ്ഞിട്ടും അവയിലൂടെ മാത്രം നീങ്ങുന്നവർ തങ്ങളുടെ തെറ്റിന്റെ തന്നെ ഇരകളായി അവസാനിക്കും. ഓരോരുത്തരും ഒന്ന് ഓർത്തും ശരിക്ക് തെരഞ്ഞും ഒന്ന് തിരിച്ചറിയേണ്ട സത്യമുണ്ട്. ആർജവമുണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന, കാര്യമായ ആവേശമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏതൊരാൾക്കും. അന്ന് എന്തിനോടായിരുന്നു അഭിനിവേശം, എന്തിനോടായിരുന്നു താല്പര്യം എന്നതാണ് ആയുസ് അവസാനിക്കാറാവുമ്പോൾ എവിടെ എത്തിച്ചേരുന്നു എന്ന് നിശ്ചയിക്കുന്നത്. മലയാളത്തിന്റെ മുതിർന്ന എഴുത്തുകാരനാണ് സി രാധാകൃഷ്ണൻ സാറിന്റെ ഏറ്റവും ഒടുവിൽ വന്നൊരു നല്ല വലിയ നോവലാണ് കാലം കാത്തുവെക്കുന്നത്. കാലം കാത്തുവെക്കുന്നത്. ഒരാളുടെ ആ അഭിനിവേശം അത് അയാളുടെ അവസാനത്തെ ഇടത്തെ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ വിലങ്ങുകൾ നൽകുന്നവരും ചിറകുകൾ നൽകുന്നവരും ഉണ്ടാവും. വിലങ്ങുകൾ ആണ് കിട്ടിയതെന്ന് പരിതപിക്കുകയും ചിറകുകൾ ആരും തരാതെ പോയെന്ന് പരാതി പറയുകയും ചെയ്യുമ്പോൾ തങ്ങൾ, നമ്മൾ, ഞാൻ എത്ര ആളുകൾക്ക് ചിറകുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര ആളുകൾക്ക് വിലങ്ങുകളും പണിതു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടെത്താവുന്നതാണ്. ധൂർത്തപുത്രന്റെ വഴി തന്നെയാണോ ഓരോരുത്തരും തിടുക്കത്തിൽ തിരഞ്ഞെടുക്കുന്നത്? അറിയില്ല. ക്രിസ്തുയേശു വലിയൊരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ.